നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തനി നാടൻ ഒരു വിഭവമായിട്ടാണ്. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ, അപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് നാടൻ രൂപത്തിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്, ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ പച്ചമാങ്ങ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു നാടൻ കറി ഉണ്ടാക്കുന്നത്, പച്ചമാങ്ങയുടെ കൂടെ വേറെ എന്തൊക്കെയാണ് ചേർക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുവരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള എടുക്കാം. ഈ ഒരു വലുപ്പം വരുന്ന സവാള, ഒരു മീഡിയം സൈസുള്ള, ഇതും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ നമുക്ക് വെന്തെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാനാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല, കാരണം മാങ്ങയ്ക്ക് പുളിയുണ്ട്. ഇനി മാങ്ങ പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്ര എടുക്കണം എന്നില്ല കേട്ടോ. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതിലേക്കാണ് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചമുളക് ചേർക്കും, അതുകൊണ്ടാണ് ഇപ്പം ഇത്ര മാത്രം മുളക് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കുകയാണ്. ഒരു 2-3 വിസിൽ അത്ര മതി. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാനൊരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ചെറിയ മുളകാണ്, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ട് ഞാൻ 2 വിസിലാണ് വേവിച്ചെടുത്തത്. മാങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം സവാളയെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എത്ര കറി വേണം നോക്കിയിട്ട് ആ അളവിൽ നമുക്ക് വെള്ളം കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഒന്ന് തിള വന്ന് തുടങ്ങണം. അപ്പം ഇതാ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. അടിപൊളി. മാങ്ങയുടെ പുളിയുണ്ട്. പിന്നെ ഇപ്പോൾ ഉപ്പ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, പുളി ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എരിവുണ്ട്. അപ്പം കളർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മുളക് പൊടിയുടെ കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി, പച്ചമുളക് കുറച്ച് ഇട്ടാൽ മതി. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പുളിയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. തിള വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാണ് വേണ്ടത്. സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം ഇനി താളിക്കലിലേക്ക് കടക്കാൻ നമ്മൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഉലുവയും കൂടെ ചേർക്കണം. ഞാൻ വളരെ കുറച്ചാണ്, ഒരു 1/8 സ്പൂൺ ടീസ്പൂൺ എന്നൊക്കെ പറയാം, അത്രേ എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ, അത്ര ചേർത്ത് കൊടുക്കാം. ഈ 2 വറ്റൽമുളക് കൂടെ
മാങ്ങയുടെ സീസണൊക്കെയാണ്. നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ പച്ചക്കറി ഒന്നും ആവശ്യമില്ല. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നമുക്ക് എന്താ പുളി നോക്കിയിട്ട് എത്ര വേണമെന്നുള്ളത് നോക്കി മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ഒരു കോമ്പിനേഷനാണ്. പരിപ്പും സവാളയും അതുപോലെ തന്നെ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ചോറിന് വേറെ ഒന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മാങ്ങ കിട്ടുന്ന സമയത്ത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.